നോക്കിയിട്ട് പോയതാ എൻ്റെ കുഞ്ഞ്. പിന്നെ ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എല്ലാ വിഷമം കൊണ്ട് സാറേ എനിക്ക് സഹിക്കാൻ വയ്യ. കൊച്ചു നല്ലപ്പോൾ യാത്ര ചെയ്തത്. അതിനുമ്പ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു സാറന്മാർ. ആ ട്രെയിനിൽ കൂടെ പോയെന്നൊന്നും എനിക്കൊരു വിചാരമില്ല. ഈ മലയിൽ മീനു എന്ന 14-കാരി അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഓടനവട്ടത്തെ മരുതിമലയിൽ അവൾ കൂട്ടുകാരോടൊത്ത് പോയത് ഉല്ലസിക്കാനായിരുന്നു. പക്ഷേ ആ തീരുമാനം ആ പാവാടക്കാരി പെട്ടെന്നാണ് മാറ്റിയത്. ഇനി തനിക്ക് ജീവിക്കേണ്ട, മരിക്കണം. ആ തീരുമാനത്തോട് കൂട്ടുകാരിയായ ശിവതയും അനുകൂലിച്ചു. രണ്ടുപേരും പിന്നെ അമാന്തിച്ചില്ല. ഭയാനകമായ ഈ പാറക്കെട്ടിൽ നിന്നും അവർ ചാടി ജീവനൊടുക്കി. അതിനുശേഷം മീനുവിൻ്റെ ഈ അമ്മൂമ്മ ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല. മീനുവിനെ വളർത്തിയതിൽ ആളിച്ചതും എല്ലാം ഈ അമ്മൂമ്മയായിരുന്നു. അമ്മൂമ്മയുടെ ചൂട് പറ്റിയാണ് അവൾ എന്നും ഉറങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ വീട്ടിൽ അവളില്ല. അമ്മൂമ്മയെ തനിച്ചാക്കി അവൾ യാത്രയായി. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ആ 14-കാരി എന്തിന് ജീവനൊടുക്കി? ആ മരണത്തിനു പിന്നിൽ കാമുക പരിവേഷം പൂണ്ട ഒരാളുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പയ്യനോടൊത്താണ് അവൾ അന്ന് മല കയറിയത്. പക്ഷേ എല്ലാം അറിയുന്ന ഈ അമ്മൂമ്മ എന്തിനത് ഒളിക്കണം? ആരെ ഭയക്കുന്നു ഇവർ? കുഞ്ഞേ, അമ്മൂമ്മ വിളിക്കുക. മക്കളെ, ഞാനൊന്നും മറന്നു വരുമായിരുന്നു. മറന്നു പോയല്ല. ഞാനിപ്പോൾ മറന്നിട്ടാണ് ഇന്ന് അങ്ങോട്ട് പടിയിലോട്ട് പോയത്. മക്കളെ, മീനുവേ വാ, പക്കുറു, മക്കള് വാ. അമ്മമ്മയുടെ അവസാനമായിട്ട് എന്തോ പറഞ്ഞിട്ട് പോയത്? ഞാൻ അവസാനമായിട്ട് പറഞ്ഞത് മേനകയും ഉർവശിയും പോകുന്നെന്ന് പറഞ്ഞു. ഒരുങ്ങി കെട്ടിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു മേനക ഉർവശിയും പോവുക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോയതാ എൻ്റെ കുഞ്ഞ്. പിന്നെ ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എല്ലാ വിഷമം കൊണ്ട് സാറേ എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ മോൻ അന്ന് 2 കൃഷ്ണയും നഷ്ടപ്പെട്ടിരിക്കും. ഈ അമ്മൂൻ്റെ അച്ഛനോ? അമ്മൂൻ്റെ അല്ല, എൻ്റെ മോന്. എനിക്കൊരാണും ഒരു പെണ്ണും മോന്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഞാനും വിചാരിച്ചതാ എങ്ങ് ചത്താലെന്താന്ന് വിചാരിച്ചു. അവരുടെ അച്ഛൻ മരിച്ചിട്ട് 6 മാസം ആയിട്ടു. അത് എൻ്റെ ഭർത്താവ്. അങ്ങനെ എല്ലാം കൂടെ ആയപ്പം വലിയ വലിയ കഷ്ടമായി. എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ സാറേ. ഞാനൊന്നും അമ്മൂമ്മയ്ക്ക് അറിയണ്ട. അമ്മൂമ്മ ഇത്ര ഓമനിച്ച് വളർത്തി കുഞ്ഞ് എന്താ ചെയ്യുന്ന അമ്മൂമ്മയ്ക്ക്. അപ്പൊ അമ്മു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ ചെയ്തേക്കുന്നത്? ഈ ചിത്രപ്പണിയൊക്കെ അതൊക്കെ അമ്മുവാണോ? അതൊക്കെ ഓമയ്ക്ക കിളി അമ്മൂന്റെ പണിയാണ് ഇതൊക്കെ? അമ്മൂന്റെ പണിയാണ് ഇതൊക്കെ? അമ്മു അല്ല, ഇത് അമ്മു മറ്റേത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മു വളർത്തിയിട്ടെ ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര കഷ്ടം. മറ്റേ കൊച്ചാണോ ചെയ്തത് അന്നേരം കൂടെ കൊണ്ടുപോയത്? മറ്റേ കൊച്ചാ കൊണ്ടുപോയത്. ആന്നോ? ഇവിടെയാണ് അമ്മു കിടക്കുന്നത് ഇല്ലേ? ഇല്ലേ അമ്മ? ഇവിടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ. ലൈറ്റ് ഇട്ടേ അമ്മേ. അതാരെ ഫോട്ടോ ആരേ അമ്മേ? എനിക്കറിയില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. നോട്ടമ്മേ എന്തിയമ്മേ ഫോട്ടോ? അവളിവിടെ വന്ന് കിടക്കുന്നതൊക്കെ ഇവിടെയൊക്കെയാണോ? ഇവിടെ ഞങ്ങൾ ഇപ്പൊ കൊച്ചുമോളും ഞാനും കൂടെ ഇവിടെ കിടക്കുന്നേ. മൂത്ത കൊച്ചുമോളും ഞാൻ. അമ്മുവാ മൂത്തത്. പക്കുറു ഇപ്പൊ കിടക്കുന്നില്ലല്ലോ, പോയിട്ട്. പക്കുറുവിന്റെ കാര്യം അമ്മു പറയുന്നേ? പക്കുറു പറയുന്നതാ ഇടയത് മരിച്ച കുട്ടി. അല്ലാതെ ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ ആരുമില്ല. ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളു ഇപ്പം. അതുകൊണ്ട് അറിയത്തില്ല അവരുടെ എല്ലാ സാധനവും. അതാരും ഫോട്ടോ ആരുടെ? അച്ഛനും വന്ന പക്കുറിന്റെ അച്ഛനും അമ്മ ആയിരിക്കുന്നത്? ഏതാ ആയിരിക്കുന്ന ഫോട്ടോ ആരുടെ? അത് അച്ഛനും അമ്മയല്ല, എന്റെ മോനാ. ഇതാ അവളുടെ അമ്മ. അത് അവളുടെ അമ്മ അല്ലേ? മീനുവിന്റെ അമ്മ ഇതാ. ഇതെന്റെ മോന. ഫോട്ടോ എടുക്കാൻ പോയപ്പോ ആങ്ങളെയും പെണ്ണുങ്ങളെയും അവള് എടുത്തപ്പം ഇത്രയും കഷ്ടപ്പെട്ടു. ഈ മീനുവിന്റെ അമ്മയ്ക്ക് എന്ത് ജോലി? എന്തുവാ? അല്ലല്ലോ, കൂലി വേലയ്ക്ക് പോവാ. കൂലി വേലയ്ക്ക് അല്ലേ? അല്ല, ഒന്നുമില്ല. അതാരുടെ ഫോട്ടോ അമ്മേ? അപ്പുറത്തിരിക്കുന്ന ഫോട്ടോ ആരുടെ? അതും പിന്നെ ഇവിടെ മൂത്തവളുടെ. ഇപ്പോൾ ഓർമ്മയുണ്ട്. അന്നേരം പിന്നെ പടയിൽ അമ്മാമ്മ എന്നെ വിളിച്ചു, ഇത് ഓർത്തുകൊണ്ട് ഇവിടെ ഇരുന്നാലെങ്ങനാ, നീ പിന്നെ ഇവിടെ വന്ന് എനിക്ക് ജോലിയുണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയത്. അവിടെ നിന്നും കൊണ്ടാണ് ഞാൻ കഴിയുന്നത്. എനിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു. ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട്.
അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതൊക്കെ അവക്കും കൊടുക്കുമായിരുന്നില്ലയോ? അവർ രണ്ടുപേരും കൂടെ വെച്ച് കഴിക്കും. ഞാൻ വെളുപ്പിനെ എണ്ണിച്ച് വെക്കും. അവർ ചോറ് കൊണ്ടുപോകും, മൂത്തവര് ഇളയവരും കൊണ്ടുപോകും. അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ പൊന്നു സാറന്മാർ. അമ്മയ്ക്ക് എന്നാലും അറിയണ്ടേ എന്തിനാ മോളെ ചെയ്യുന്ന ചോദിക്കണ്ടേ? പിന്നെ ചെയ്ത് നമ്മൾ ഉണ്ടെങ്കിലല്ല ചോദിക്കാൻ നിൽക്കും, അല്ലാതെ നമ്മൾ ചോദിക്കുന്ന ഇങ്ങനെ എൻ്റെ പോരെ. അപ്പോൾ അമ്മ പോയിന്റ് ഒന്നും ഇവിടെ പൈസ വല്ലതും എടുത്തായിരുന്നു മോള്? എൻ്റെ കയ്യിൽ 5 പൈസ കൊണ്ടുപോയില്ല. എന്നോട് ചോദിച്ചു 20 രൂപ ചോദിച്ചു. 20 രൂപ ചോദിച്ചിട്ട് പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് 20 രൂപ വണ്ടിക്കൂലിക്ക് തരാം, കടമ്പനായിട്ട് പോകാൻ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, ഞാൻ പിന്നെ തരാം. 50 രൂപ കൊടുത്തു. 50 നോട്ട് എഴുതാണ്ട് ഞാൻ പറഞ്ഞു 50. പൈസ വല്ല മോഷണം ഒന്നും പോയില്ലയോ? അല്ല, എൻ്റെ ഒന്നും പോയില്ല, ഇവിടെ നിന്നൊന്നും പോയില്ല. അല്ല, കൊച്ചിൻ്റെ കുറെ പൈസ എടുത്തിട്ട് വന്നൊക്കെയാണ് പോലീസൊക്കെ പറയുന്നത്. പൈസ അത് മറ്റേ കൊച്ചിൻ്റെ ഇവിടെ നിന്ന് ഒരു വകയും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകാത്ത കാര്യം നമ്മളെ കൊണ്ടുപോകാൻ. അല്ല, ഇത്രയും ദൂരത്തെ ആ കൊച്ചിനെ സ്ഥലത്തെ പറ്റിയൊക്കെ അറിയാമോ? ഇത്രയും ദൂരത്ത് പോയി ചാടേണ്ട കാര്യം, ആ സ്ഥലത്തെ പറ്റിയൊക്കെ അറിയാം? കൊച്ചിങ്ങനെ യാത്ര ചെയ്യുന്ന കൊച്ചായിരുന്നോ? കൊച്ചു നല്ലപ്പോൾ യാത്ര ചെയ്തത്. അതിനുമ്പോ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു സാറന്മാരെ. ഇത് നല്ലപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അവിടെ അമ്മാച്ചൻ വരെ പറയുക, അവനാണെങ്കിൽ ഇളവണ്ണൂർ താമസിക്കുന്നത്. അവനും പറയാ, എൻ്റെ അമ്മേ ഇവിടെ എങ്ങനെ അവിടം വരെ പോയി. ഇതിനു മുമ്പ് പോയി കാണുമായിരിക്കും എന്ന് വിചാരിക്കും അല്ലേ? വിചാരിക്കുക ആരെങ്കിലും കൂടെ പോയെന്ന് വിചാരിക്കുന്നുണ്ട് അമ്മ. ആ, ആരുടെ കൂടെ പോയെന്നൊന്നും എനിക്കൊരു വിചാരമില്ല.